സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മുടെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പിണറായി വിജയനും മരുമോൻ റിയാസും മന്ത്രി ബാലഗോപാലും കൂടെ ഡൽഹിയിൽ പോയിട്ട് നമ്മുടെ മുഖ്യമന്ത്രിയെ പ്രധാനമന്ത്രിയെ കാണുകയും ആഭ്യന്തരമന്ത്രി ഷായെ കാണുകയും ഒക്കെ ചെയ്ത കാര്യമൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഇപ്പോൾ എന്തിനാണ് പോയതൊക്കെ ഇപ്പോൾ അതിൻ്റെ പിന്നാമ്പറങ്ങളൊക്കെ ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ പോയി കണ്ട ചുമ്മാ ഒന്നുമല്ല. ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ MOU ഒരു മനുഷ്യർ അറിയാതെ, ഒരു മനുഷ്യരെന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ അറിയാം, പിന്നെ മരുമോൻ അറിയാതിരിക്കത്തില്ല. പിന്നെ പിണറായി വിജയൻ അത്യാവശ്യ കാര്യം അവരവരുടെ വകുപ്പിൽ എന്തെങ്കിലും കാര്യം നടക്കാൻ ആ വകുപ്പ് മന്ത്രിയോട് മാത്രമേ ആലോചിക്കത്തുള്ളൂ. ശിവൻകുട്ടിയോടും പറഞ്ഞു, അവരാരും എതിരൊന്നും പറയത്തില്ല. പിണറായിയോട് എതിർ പറഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ പോക്കാം. അപ്പോൾ അങ്ങനെ ശിവൻകുട്ടി പറഞ്ഞു, അവർ പോയി ആ ദേശീയ വിദ്യാഭ്യാസ നയം BJPയുടെ അതിനകത്ത് ഒപ്പുവെച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ഇവിടുത്തെ മാർക്സിസ്റ്റ് മന്ത്രിമാർക്ക് പോലും അറിയത്തില്ലായിരുന്നു. അത് CPI മന്ത്രിമാർക്ക് വിവരം അറിയുന്നു. അവരപ്പുറത്തേനും മുറുമുറുക്കാനൊക്കെ തുടങ്ങി. മുറുമുറുത്തിട്ട് എന്ത് കാര്യമാണ്, അവിടെ പോയി ഒപ്പുവെച്ചിട്ട് അപ്പോൾ ഇന്ന് അതിനെപ്പറ്റി നമ്മുടെ മുൻ BJP പ്രസിഡൻറ്റ് സുരേന്ദ്രനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവർ പഠിച്ചോണം. അല്ല, പഠിക്കേണ്ടാത്തവർ അവർ പഠിക്കേണ്ട, വേറെ എവിടെയെങ്കിലും പോയി പഠിക്കണം. ഇതാണ് കാര്യം. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഇതിനെ മാറ്റി നിർത്തിക്കൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഇപ്പോഴത്തെ പ്രബല പിണറായി ഈ ഗ്രൂപ്പ്, അല്ലെ പിണറായി, വേറെ ഗ്രൂപ്പൊന്നുമില്ല, പിണറായിയും BJPയുമായിട്ട് സഹകരിച്ചുകൊണ്ടായിരിക്കും മിക്കവാറും അടുത്ത ഒരു ഇലക്ഷന് ഇവർ മത്സരിക്കാൻ പോകുന്നത്. അത്രയ്ക്ക് ഗാഢബന്ധമാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. കാര്യം പിണറായിയുടെ കേസുകൾ മോനെതിരായിട്ട് ഇപ്പോഴാണ് വന്നത്, മോക്കെതിരായിട്ടും ലാവ്ലിൻ കേസ്, പിണറായിക്കെതിരായിട്ടും ഒക്കെയുള്ള കേസുകളൊക്കെ ഇതുവരെ വെട്ടത്ത് വരാതിരിക്കാനായിട്ട് സഹായിച്ചതൊക്കെ BJPക്കാരാണ്. അപ്പോൾ BJPക്കാരല്ല, BJPയുടെ കേന്ദ്ര നേതൃത്വം. അതിൻ്റെ ഒരു തുടർ കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വേണമെങ്കിൽ നീ വന്ന് ഒപ്പിട്ടിട്ട് പോകും, അല്ലെങ്കിൽ നിന്നെയൊക്കെ ഞങ്ങൾ കൊടുക്കുമെന്ന് അവർ പറഞ്ഞു. അതിനകത്ത് ഒപ്പിട്ടു. ഇവിടെ CPI ഒന്നും വലിയ വാചകമൊന്നും അടിച്ചിട്ട് കാര്യമില്ല. അന്തതുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോകും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്.